കാസർഗോഡ് നിന്ന് കാണാതായ 15-കാരി ശ്രേയയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കുമ്പള പോലീസും ജനങ്ങളും സംയുക്തമായാണ് മണ്ടേക്കോപ്പിൽ തിരച്ചിൽ നടത്തുന്നത്. പെൺകുട്ടിയെ കാണാതായിട്ട് 18 നാൾ പിന്നിട്ടു. അരുൺ പാറക്കല വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, 18 നാൾ എന്ന് പറയുന്നത് ചെറിയ ദിവസങ്ങളല്ല. ഈ കുട്ടി എവിടെയാണ് എന്നതിനെക്കുറിച്ച് നേരിയ സൂചനയെങ്കിലും ഉണ്ടോ? ഇതിനോടകം പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലൂ കിട്ടുന്നുണ്ടോ? ഹാഷ്മി, കുമ്പള പോലീസും അതുപോലെ തന്നെ നാട്ടുകാരുമാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൈവളിക, മണ്ടേക്കാപ്പ്, ശിവനഗരം പ്രദേശങ്ങളിലാണ്. ഞാൻ കാണിക്കാം. ഈ ദൃശ്യങ്ങളിലാണ്. വലിയ റബ്ബർ തോട്ടമുണ്ട്, അതിനപ്പുറത്ത് വലിയ കുറ്റിക്കാടുകളുണ്ട്. ഏകദേശം 90 ഏക്കറോളം സ്ഥലമാണ്. കുറ്റിക്കാടുകൾ നിൽക്കുന്ന 90 ഏക്കറോളം സ്ഥലമാണ്. പോലീസ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നത്. കുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയുള്ള കാടുകളാണ്. ഈ പ്രദേശത്താണ് കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ കാണിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 18ാമത്തെ ദിവസമാണ് ഇതിപ്പോൾ ഈ കുട്ടിയെ കാണാതായിട്ട്. ഈ മണ്ടേക്കാപ്പ് സ്വദേശിയായ ഒരു പ്രദീപ്, 42 വയസ്സുള്ള പ്രദീപിനെയും ഈ സമയം തന്നെ കാണാതായിരുന്നു. പ്രദീപിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷനും ഈ പ്രദേശത്ത് തന്നെയാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചത്. 100-ലധികം പേരെയാണ് പോലീസ് ഇതുവരെ ഈ ശ്രേയയുടെ തിരോധാനത്തെ തുടർന്ന് ചോദ്യം ചെയ്തത്. ഒപ്പം നിരവധി മൊബൈൽ ടവറുകളും അതുപോലെ തന്നെ CCTVയും ഒക്കെ പരിശോധിച്ചിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ പോലീസിന് യാതൊരു വിവരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പ്രദീപിനെ, മണ്ടേക്കാപ്പ് സ്വദേശിയായ പ്രദീപിൻ്റെ ഒരു സുഹൃത്ത് ഇരുചക്ര വാഹനത്തിൽ ഈ കുട്ടിയുടെ വീടിന് സമീപം കൊണ്ടിറക്കി എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത്. പോലീസ് നേരത്തെ ഈ കർണാടക മടിക്കേരി ഭാഗങ്ങളിൽ പ്രദീപിൻ്റെ ബന്ധുവീടുള്ള കർണാടക മടിക്കേരി പ്രദേശങ്ങളിലൊക്കെ പോലീസ് പോയി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആ പ്രദേശത്തൊന്നും ഈ പ്രദീപ് വന്നതായിട്ടുള്ള ഒരു വിവരം ബന്ധുക്കൾ പോലീസിന് നൽകിയില്ല. അവസാന ടവർ ലൊക്കേഷൻ ഈ ഒരു പ്രദേശത്താണ് ലഭിക്കുന്നത്. ഈ ഒരു വലിയ 90 ഏക്കറോളം നീണ്ടു കിടക്കുന്ന കുറ്റിക്കാടുകളുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുന്നത്. പുലർച്ചെ 4:45 ഫെബ്രുവരി 12 പുലർച്ചെ 4:45 ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുന്നത്. 15-കാരി ശ്രേയയും ശ്രേയയ്ക്കൊപ്പം 42-കാരനായ മണ്ടേക്കാപ്പ് സ്വദേശി പ്രദീപിനെയുമാണ് കാണാതായത്. പ്രദീപ് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. ഇപ്പോൾ പോലീസ് ഈ പ്രദേശം ഒന്നാകെ അരിച്ചു വെറുക്കുകയാണ്. നാട്ടുകാരുടെ സഹായം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു ജനകീയ തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പക്ഷേ ഇതുവരെയും ഇവരുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവസാന ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് പോലീസിന് അവസാനമായി ടവർ ലൊക്കേഷൻ ലഭിച്ചത്. മൊബൈൽ ഫോൺ ഇവിടെ വെച്ച് ഓഫായി എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടില്ല. ഒപ്പം പ്രദീപിൻ്റെയും ശ്രേയയുടെയും വീട്ടിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രദീപോ പണമോ വസ്ത്രങ്ങളോ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല. ഇവരുടെ സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഈ പ്രദേശത്ത് തന്നെ ഇവരുണ്ടായിരിക്കാമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുമ്പള പോലീസിലെ 20ഓളം അംഗങ്ങൾ ചേർന്നുള്ള ഒരു വലിയ തെരച്ചിലാണ്. ഒപ്പം ജനങ്ങളുടെ സഹായമുണ്ട്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ തെരച്ചിൽ നടക്കുന്നതാണ്. ഹാഷ്മി. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടിയെ കാണാതായിട്ട് 18 നാളുകൾ പിന്നിടുകയാണ്. പ്രദീപൻ എന്ന് പറയുന്ന ഒരാളെയും കൂടെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇയാൾ കളത്തിക്കൊണ്ടുപോയതാണെന്ന സംശയം നാട്ടുകാർക്കടക്കം വ്യാപകമായി ഉണ്ട്. എന്തായാലും 18 നാളിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനയില്ല. നിലവിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിനോ അന്വേഷണ സംഘത്തിനോ തെരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കോ ഇല്ല. അവിടെ പരിശോധന തുടരുകയാണ്.